പുനഃസ്ഥാപിക്കൽ, ഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രായഭേദം കൂടാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭൂമിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മാത്രമാണ് വരും തലമുറയ്ക്ക് ഈ ഭൂമി നിലനിൽക്കാനാവും. ഇന്ന് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വരും തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാകും. ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടത്രയുണ്ട്, ആർത്തിക്ക് വേണ്ടത്രയില്ല തന്നെ എന്നാണ് ഗാന്ധിജി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, അതിനെ മലിനപ്പെടുത്താതെ നോക്കേണ്ടതും. വനം മുതൽ സമുദ്രം വരെയും മണ്ണ് മുതൽ വായു വരെയും പ്രകൃതിയുടെ ഓരോ വിഭവങ്ങളും നാം മലിനപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരുവൻ തന്നെ കൂടാതെ തന്റെ സഹജീവികളെ സ്നേഹിക്കുന്നു എന്നാണ് തോമസ് മുള്ളർ പറഞ്ഞത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, കാണുവിൻ, കേൾക്കുവിൻ, അറിയുവിൻ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ, ദുരവസ്ഥ. എന്നിട്ടും നിങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണല്ലോ. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. ഇതാ കണ്ടോളൂ നിങ്ങൾക്കുള്ള ശിക്ഷകൾ. റീയൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ പോരെ. നിങ്ങളൊന്ന് ചുറ്റിനും നോക്കുക, നമ്മുടെ റോഡുകളിൽ എത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ദിവസം തോറും കുന്നുകൂടുന്നത്. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ പരമാവധി കുറയ്ക്കുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. പൊതുഗതാഗതം പരമാവധി ഉപയോഗിക്കുക. വെള്ളവും മരങ്ങളും സംരക്ഷിക്കുക. മക്കളെ, നമ്മുടെ ഭൂമി, നമ്മുടെ ഭൂമി, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവൻ, നമ്മുടെ വെള്ളം, നമ്മുടെ വെള്ളം, നമ്മുടെ വായു, നമ്മുടെ വായു, നമ്മുടെ ഭൂമി, നമ്മുടെ ഭൂമി, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവൻ, നമ്മുടെ വെള്ളം, നമ്മുടെ വെള്ളം, നമ്മുടെ വായു, നമ്മുടെ വായു, നമ്മുടെ ഭൂമി, നമ്മുടെ ഭൂമി, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവൻ, നമ്മുടെ വെള്ളം, നമ്മുടെ വെള്ളം, നമ്മുടെ വായു, നമ്മുടെ വായു.
എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേര് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള തെരുവ് നാടകങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കണം. നമ്മൾ നടത്തുന്ന ഓരോ പരിപാടിയും നമ്മുടെ നാട്ടുകാരും കൂടി അറിയണം. വളരെ മനോഹരമായി പങ്കെടുത്ത എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിദ്യാലയത്തിന്റെ പേര് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.